വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വറവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പച്ചമുളകും ഉള്ളിയും കൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ക്ലീനാക്കിയ ചിക്കനിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി ഇതും കൂടെ ചേർത്ത് നന്നായി മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ അത് കൂടെ ചേർത്ത് നന്നായി ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും മൂടി വെക്കുക. അപ്പോൾ നമ്മൾ ചിക്കനിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഉള്ളീൻ്റെയും ചിക്കൻ്റെയിൽ നിന്നും ഇറങ്ങിയ വെള്ളമാണിത്. അപ്പോൾ അതിൽ തന്നെ വീണ്ടും കുറച്ച് സമയം കൂടി നന്നായിട്ട് വേവിക്കുക. പിന്നെ നമുക്ക് വേണ്ട ഇതിലേക്ക് തേങ്ങയാണ്. അപ്പോൾ തേങ്ങയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ആ സമയം വീണ്ടും ഇതൊന്ന് തുറന്ന് നോക്കുക. അപ്പം തുറന്ന് നോക്കി നമ്മൾ നല്ലോണം ഇളക്കി ഒന്നും കൂടെ വേവിച്ച് അവസാനം ഈ ഒരു പരുവത്തിലാക്കുക, ഒരു ജ്യൂസി പരുവായിട്ടുണ്ടാവും. എൻ്റെ ഇതിലേക്ക് നമുക്ക് ഈ ഒരു തേങ്ങ വറുത്തതും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പം നെയ്ച്ചോറിനും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.